ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫിദൂസ് വ്ലോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ എന്തായാലും സ്കൂളിലത്തെ പർച്ചേസിങ്ങിനായിട്ടുള്ള സ്കൂൾ ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഇടിപൊട്ടലും സൗണ്ടൊക്കെ ഉണ്ടാകും, ടി വി ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. അപ്പോൾ ഇനി ഞാൻ മേടിച്ച സംഭവങ്ങളും ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഞാൻ പോകുമ്പോൾ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ അവിടെ ഭയങ്കര തിരക്കില്ല. ഞങ്ങൾ ബഡാ ബസാർ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. മണ്ണാർക്കാടുള്ള ഒരു ബഡാ ബസാറിനാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പോകുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഭയങ്കര തിരക്കാട് വീഡിയോ എടുക്കാനായിട്ട് അല്ലാതെ പറ്റിയില്ല. അപ്പോൾ എടുത്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരെ എടുത്ത വീഡിയോയിലോട്ടേക്ക് പോകൂ. കടയിൽ കയറിയപ്പോൾ തന്നെ നിറയെ ക്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ബാഗിലോട്ടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുറേ ബാഗ്സൊക്കെ നോക്കി. യങ്ങിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ബാഗായിരുന്നു കേട്ടോ അത്. പിന്നെ പേന, പെൻസിൽസ്, ജോമെട്രിക്കൽ ബോക്സ്, ഇറേസർ, ഷാർപ്നർ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ബുക്സ്, പിന്നെ ബുക്കുകളൊക്കെ പൊതിയുന്ന ഷീറ്റ്, പല ഐറ്റംസും ഉണ്ട് കേട്ടോ. അവിടെ ലഞ്ച് ബോക്സ്, കുപ്പികൾ, ക്യൂട്ടായിട്ടുള്ള പെൻസിൽസ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലൈമൊക്കെ കുടിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിൽ കുറച്ച് സ്കൂൾ ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് നിങ്ങൾ കാണിച്ചിരുന്നത് കാണിക്കാൻ മാത്രമൊന്നുമില്ല. ആകെ 2-3 സാധനം, ബാക്കിയുള്ളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് മേടിക്കാത്തപ്പം ഒരു വലിയ നമ്മുടെ ബുക്കൊക്കെ പൊതിയുന്ന ഒരു സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട്. റോയൽ ഇത് പേപ്പർ 52 സെൻറ്റിമീറ്ററിൻ്റെ ഒരു നമ്മുടെ ബുക്കുകളൊക്കെ പൊതിയുന്ന ഷീറ്റ് ആണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾ കാണിച്ചു തരുന്നത്. സെക്കൻഡ് വൺ ഇത് ഒരു ബോട്ടിലാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഊരിയിട്ടില്ല. അപ്പോൾ നല്ലൊരു ബലമുള്ളൊരു ബോട്ടിലായിട്ട് തോന്നി. ഞാൻ കാണിച്ചു ബോട്ടിൽ തുറക്കാനൊക്കെ. അപ്പോൾ നമ്മൾ തുറക്കാൻ അടക്കാൻ നല്ല മുറുക്കി കിടക്കുന്നത് നല്ല ബലമുള്ള ബോട്ടിലാണ്. ഒരു ബ്ലൂ ഷെയ്ഡ് ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാഗിലാണ് നിങ്ങൾക്ക് ലാസ്റ്റ് അടിച്ചത്. ഒരു ഒന്നല്ല 2 നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള 2 നെയിം സ്ലിപ്പാട്ടോ വാങ്ങിയിട്ടുണ്ട്. 2 എണ്ണം പ്ലെയിൻ ആട്ടോ. അങ്ങനത്തെ 2 നെയിം സ്ലിപ്പ് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. 2 എണ്ണം. നമ്മുടെ നെയിം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എഴുത്തിലാട്ടോ ഞാൻ കാണുന്നില്ല. അപ്പോൾ അതങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കാര്യം. അപ്പോൾ ഇത് മണ്ണാർക്കാടുള്ള സിറ്റിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. സിറ്റി. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ഓരോരുത്തർ കണ്ടിട്ടൊക്കെ മേടിക്കണം എന്നുള്ളൊരു സംഭവമാണിത്. ഞാൻ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഞാനിങ്ങനെ ഓരോരുത്തരെ ഇടുന്ന കാണുമ്പോൾ എനിക്കും ഒരാഗ്രഹം. അപ്പോൾ ക്രോപ്സ് ആട്ടെ ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് പർപ്പിൾ കളറും പിങ്ക് കളറും ഇഷ്ടമായി. അപ്പോൾ കൂടുതൽ എനിക്ക് ഇഷ്ടമായത് പർപ്പിൾ കളറാണ്. അപ്പോൾ അതിനാകുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ഡേർട്ട് ആവത്തുള്ളൂ. ക്രോപ്സ് വാങ്ങിയിട്ടുണ്ട് ഞാൻ. അത് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ എടുക്കുന്ന പോകുമ്പോഴായിട്ടാണ്. അപ്പോൾ നല്ല ഞാൻ ഇത് ക്വാളിറ്റി ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ നിങ്ങൾ കാണിക്കാൻ സാധിക്കും. ഇത് സ്പോഞ്ചല്ല കണ്ടോ, സ്പോഞ്ചല്ല. സ്പോഞ്ചിൽ നമ്മൾ മേടിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെള്ളമൊക്കെ തങ്ങി നിൽക്കും. അപ്പോൾ സ്പോഞ്ച് അല്ലാതെ ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഗേൾസിൻ്റെയാണ്. പിന്നെ ഈ കണ്ടോ ഇങ്ങനെ ഓട്ടോട്ട അത് ചിലതിൻ്റെ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് പുതിയുള്ള പോലത്തെ ഒരു മോഡലാണ് വാങ്ങിയിട്ടുള്ള. പിന്നെ വെള്ളം പെട്ടെന്ന് ഉള്ളിലേക്ക് കയറത്തില്ല. അങ്ങനത്തെ 2 ക്രോപ്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇനി നോട്ട് ബുക്സാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് നോട്ട് ബുക്സ് വേണ്ടി വരും. അങ്ങനെ കുറച്ച് നോട്ട് ബുക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും കാണിക്കാതെ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് കുറച്ച് നോട്ട് ബുക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട് ബുക്സ് ഇനിയും വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് 9 വിഷയമൊക്കെയാണ് ഉള്ളത്. 9 ആണ് തോന്നുന്നു. അപ്പോൾ ഇനി നോട്ട് ബുക്സ് ചിലപ്പോൾ ഇങ്ങനെ ഓരോന്നിനായിട്ട് മേടിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുള്ളത് 2 വരെ ഇല്ലാത്ത നോട്ട് ബുക്കാട്ടോ വാങ്ങിയിട്ടുള്ളത്. 2 പിന്നെ ബാക്കിയൊക്കെ വരെ ഉള്ളതാട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് പറയുന്നത് ഒരു ബ്രൈറ്റ് 3D ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു 2 സ്ഥലോ A ക്ലാസ് നോട്ട്ബുക്ക്. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇത് 2 എണ്ണം മേടിച്ചു. ബാക്കി ഫുള്ള് ക്ലാസ്മേറ്റിൻ്റെ ആട്ടോ. ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക്
ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരല്ലാത്ത നോട്ട് ബുക്സാണ്. അപ്പം അങ്ങനെ 2, 3, 4, 5, 6, 7, 8, 9, 10 നോട്ട് ബുക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരല്ലാത്തതാണ്. അപ്പോൾ ഇനി വേണ്ടി ഒരു നോട്ട് ബുക്ക് കഴിയുമ്പോൾ അല്ലാതെ വേറെ എന്തിനേലും ചിലപ്പോൾ മേടിക്കേണ്ടി വരും. പിന്നെ ക്ലാസ്മേറ്റിൻ്റെ ഇട്ടതും ഫുള്ളും അപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു. അപ്പോൾ ഇതിലാണെങ്കിൽ എനിക്കിങ്ങനെ വൈറ്റ് കളറിൽ നിൽക്കുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം. ചിലതിനൊരു മങ്ങിയ മോഡലിട്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്ടമില്ല. അപ്പോൾ ക്ലാസ്മേറ്റിൻ്റെ കുറേ ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ക്ലാസ്മേറ്റിൻ്റെ 8 നോട്ട് ബുക്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ക്ലാസ്മേറ്റിൻ്റെ ഫുള്ളും മുഴുവനും ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്സാണ്. അപ്പം അങ്ങനെ ഒരു 10 നോട്ട് ബുക്സ്. ഇനിയാണ് ഞാൻ മേടിച്ച ബാഗ്. ബാഗ് കണക്കിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു സംഭവമല്ല. അപ്പം ഇത് ഞാൻ എപ്പോഴും ഒരു കമ്പനിയുടെ പേര് തന്നെയോ ഓർമ്മയിട്ടില്ല. ആ ഒരു കമ്പനിയാണ് ഇപ്പോൾ ആർട്ട് ലൈൻ എഴുതിയിട്ടുള്ളൊരു നാട്ടത് സ്റ്റൈൽ. ഇങ്ങനെയാണ് ബാഗാണിത്. അപ്പോൾ എൻ്റെ ബാഗിൻ്റെ പേര് എന്നിട്ട് ആരംഭിച്ചിരിക്കുന്നത് സഫാരി എന്നാണ് കേട്ടോ പേര്. നല്ല പേരല്ലേ. അപ്പോൾ ഇതൊരു മുന്തിരിങ്ങ ഷെയ്ഡ്, കാപ്പി മുന്തിരിങ്ങ ചോപ്പ് കളർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. അപ്പോൾ ഇതെന്തായാലും നല്ല ബാഗാണ്. നമ്മൾ ക്വാളിറ്റി നോക്കണമെങ്കിൽ നല്ലതായിട്ട് ഓരോരുള്ള ബാഗ്സാണ് നോക്കേണ്ടത്. പിന്നെ സിബ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സിബ് അതിങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ നല്ല സ്മൂത്താണെന്ന് നന്നായിട്ട് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയായിട്ട് അങ്ങോട്ട് മുകളിൽ അതുപോലെ നോക്കും. ഇതാണ് നല്ല സ്മൂത്തായിട്ടുള്ള ഇതാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഇങ്ങനെ ഒരറുണ്ട് കേട്ടോ മുമ്പിൽ. ഇങ്ങനെ അത്യാവശ്യം നല്ല കുറേ സ്ഥലമുണ്ട് ഇതിൽ, അത്യാവശ്യത്തിന് ഉണ്ട്. പിന്നെ ഉള്ളത് അടുത്ത സ്റ്റിക്ക് വന്നിട്ട് ഇവിടുന്നാണ് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ഷേപ്പ് അതിലും അത്യാവശ്യത്തിന് ബുക്സൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ അത് പിന്നെ ഭയങ്കര സ്മൂത്തായിട്ട് തടയും. അടുത്തത് നടുവിലത്തത് അത്യാവശ്യത്തിന് അതിനും കൂടുതൽ സ്പേസ് ഉണ്ട് കാണാനുള്ള. അപ്പം അങ്ങനെയൊക്കെ നോക്കി സ്പേസ് ഉണ്ടോ നോക്കിയിട്ട് വേണം മേടിക്കാൻ. പിന്നെ ലാസ്റ്റ് സിബ് ഊരുന്നത് കണ്ടോ, അതിൽ ഇതുപോലെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഉണ്ട്. പിന്നെ വേറെ ഒരു അറ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യത്തിന് സ്പേസുള്ള ഒരു ബാഗാണിത്. കണ്ടോ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇത് വെക്കാൻ പറ്റും. അപ്പം ഇത് വേറൊരു അറ, ഇത് വേറൊരു അറ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, വേറെ അറ, അത് വേറെ. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്, അടിപൊളി ബാഗാണ്. പിന്നെ ഇതിന് മൊത്തം 4 അറയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പിന്നെ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികളല്ല ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് നമ്മൾ വാട്ടർ ബോട്ടിൽ വെക്കും, വെള്ളക്കുപ്പി വെക്കും, അങ്ങനെ 2 ഭാഗത്തും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാഗിൻ്റെ ഇത് കേട്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ബാഗ്. പിന്നെ നമ്മൾ ബാഗ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സംഭവം പൊട്ടുന്നതാണോ, ഈ ഒരു സംഭവം ബാഗ് നല്ല ഒരയുള്ളതാണോ, സിബൊക്കെ അടിപൊളിയാണോ, സ്മൂത്തായിട്ടാണ് പോരുന്നത് അതോ ഷാർപ്പായിട്ടാണ് പോരുന്നത്, പിന്നെ സ്പേസ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മളൊരു ബാഗ് വാങ്ങണം നോക്കേണ്ട കാര്യം. അങ്ങനെ ഞാൻ ബാഗ് ഇത്രയും കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ജോക്കൽ ബോക്സ് ഒക്കെ എൻ്റെ അവിടെ റൂമിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇത്ര സംഭവങ്ങൾ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഒരു ബാഗ്, സ്കൂൾ ബാഗ്, ഒരു വാട്ടർ ബോട്ടിൽ. എൻ്റെ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഉടഞ്ഞിക്കാണ് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഉടഞ്ഞ് വെള്ളം പോകുന്ന വാട്ടർ ബോട്ടിലായി അതിവിടെ വന്നു. അപ്പോൾ അതങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. പിന്നെ ക്രോപ്സ് മേടിച്ചു. അപ്പോൾ സ്കൂളിലോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ പുതിയ ബുക്ക് അല്ലെങ്കിൽ പുതിയ ഷൂസ് അല്ലെങ്കിൽ പുതിയ ചെരുപ്പ്, പുതിയ ബാഗ്, അങ്ങനത്തെ സംഭവങ്ങളാകാം. അങ്ങനെ പുതിയ സംഭവങ്ങൾ നോക്കുമ്പോൾ അതിൽ ഉണ്ടാകും അതിൻ്റെ സ്മെല്ല് ഒരു സൂപ്പർ സ്മെല്ലായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്മെല്ല്. ഇനി പിന്നെ അങ്ങനെ 2-3 ഐറ്റംസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു
ബുക്ക്, പുതിന ഷീറ്റ്, പിന്നെ സ്കെയില്, അയ്യോ, പിന്നെ നോട്ട്ബുക്സ്, അയ്യോ നോട്ട്ബുക്സ് ഷീറ്റ്, പിന്നെ രണ്ട് നെയിം സ്ലിപ്പ്. അപ്പോൾ ഇത്ര സംഭവങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് സ്കൂൾ ഐറ്റംസിനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് ധാരാളമാണ്. ബാക്കി അവിടെ തന്നെ ഉണ്ട്, കഴിഞ്ഞ വർഷം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.